തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ മെഷീൻ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. നമ്മളിന്ന് ഈ മെഷീൻ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഒരു കോൾ വരും. അതായത് ഈ മെഷീൻ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ നമുക്ക് ഈ ഒരു കോൾ നമുക്ക് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ കോളിൽ വന്നിരിക്കുന്ന നമ്മുടെ ടെൻ പെന്നിയാണ്. ടെൻ പെന്നി അഥവാ നമ്മുടെ ആ ഒരു പഴയ പോലീസുകാരനില്ലേ, നമ്മുടെ സീജേന സ്ട്രീറ്റിലൂടെ തള്ളിയിട്ട ആ പോലീസുകാരൻ്റെ കോളാണ്. അതായത് അവർക്ക് ഇവനെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷേ നമ്മളെ സി ജി പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ട് അവരെ അറ്റൻഡ് ചെയ്യാനോ അവരുടെ കോൾ പിക്ക് ചെയ്യാനോ സാധിച്ചിരുന്നില്ല. നമ്മളിന്ന് എന്തായാലും അവരെ കോൾ പിക്ക് ചെയ്തപ്പോൾ കുറേ രീതിയിൽ അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വണ്ടി നമുക്ക് സ്റ്റീൽ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടാക്സി ഒന്ന് സ്റ്റീൽ ചെയ്യാം. അപ്പോൾ ടാക്സി സ്റ്റീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ, ടാക്സി സ്റ്റീൽ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തായാലും റിവെഞ്ച് എടുക്കും ടാക്സി ഡ്രൈവേഴ്സ്. ബാക്കിയുള്ള സിവിലിയൻസിൻ്റെ കാറ് പോലല്ല. ടാക്സി നമ്മൾ സ്റ്റീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം, അവരെന്തായാലും അവരുടെ വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അതേപോലെ തന്നെ പുറത്തിടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. കുറച്ച് ദൂരത്തേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെടുത്ത് നിന്ന് തന്നെ തപ്പിപ്പിടിച്ച് കളിക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മളെ റിവെഞ്ച് ചെയ്ത് അവരെ വണ്ടി തിരിച്ചെടുക്കും. നമുക്ക് നോർമലൊരു വണ്ടി എന്തായാലും പിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു കാർ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ആ ഒരു മെഷീനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരുത്തൻ്റെ ടെൻ പെന്നിയുടെ ആവശ്യം എന്താണെന്ന് നമുക്കൊന്ന് അറിയേണ്ടത് ഒന്നുമില്ല. ഒരു നല്ലതായ എന്തായാലും ഒരു എന്താ പറയുക, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. അയാൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, അഥവാ അയാൾക്ക് കുറേ പ്രതികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഗ്യാങ്സ്റ്ററുമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുണ്ടകളുമായിട്ടൊക്കെ അയാൾക്ക് ഒരുപാട് പ്രതികാരം കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിക്കാനുള്ളൊരു പരിപാടിയിലാണ് ഇവനെ എപ്പോഴും ഇയാളിങ്ങനെ ടോർച്ചർ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അവൻ്റെ അമ്മയുടെ പേരും പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ സി ജി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഊക്കി തന്നെയാണ് അവനെ വെൽക്കം ചെയ്യുന്നത്, അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ ടെൻ പെന്നി ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡല്ല, അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രോ സ്ട്രീറ്റ് അതേപോലെ ബെല്ലാസ് ഗ്യാങ് പോലെ തന്നെ ഒരു വേറെ ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരുടെ ഗ്യാങ്ങിലെ ഒരു വലിയ ലീഡറുടെ വീട് ഇവനെ കൊണ്ട് കത്തിക്കാനുള്ള പരിപാടിയാണ്. അതായത് അവരുടെ ഗ്യാങ് ഹൗസ് പോയിട്ട് ഒരു മോളോട്ടോവ് വെച്ചിട്ട് ആ വീട് മൊത്തം കത്തിച്ച് ശാമ്പലാക്കാനുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ടെൻ പെന്നി ചെയ്യുന്നത്. ടെൻ പെന്നിക്ക് എന്തായാലും ഓഫീസർ എന്നുള്ളൊരു പദവി ഉള്ളത് കൊണ്ട് ഒരിക്കലും അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സി ജെനെ ഒരു കരുവാക്കിയിട്ട്, അതായത് നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ സി ജെനെ ഒരു കരുവാക്കിക്കൊണ്ട് അത് ചെയ്യിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിവൃത്തിയില്ലാതെ സി ജെ ആ ഒരു ദൗത്യം അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പ്രതിഫലവും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ അവൻ്റെ കുറച്ച് ആവശ്യങ്ങൾ, സി ജെയുടെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് ഇവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സി ജെ ഇവൻക്ക് വഴങ്ങി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ടെൻ പെന്നി പറഞ്ഞ ദൗത്യം അവൻ ആക്സെപ്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് എന്തായാലും പോവാം. എന്തായാലും അവരുടെ ആവശ്യമല്ലേ, നമുക്ക് അവരുടെ വണ്ടി തന്നെ എടുക്കാം. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. സാധാരണ നമ്മൾ കോപ്സിൻ്റെ കാറ് പിക്ക് ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് നോർമലായിട്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും ഒരു സ്റ്റാർ കാര്യങ്ങൾ എന്തായാലും വീണു. പക്ഷേ ഇപ്പോൾ ടെൻ പെന്നിയുടെ ആവശ്യമായതുകൊണ്ട്, അവൻ്റെ വണ്ടി ആയതുകൊണ്ടായിരിക്കാം നമുക്ക് സ്റ്റാറും കാര്യങ്ങളൊന്നും വീണിട്ടില്ല, വാണ്ടഡ് ലെവലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാണിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് നേരെ വിടാം. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ സാധാരണ നോർമൽ കോപ്സിൻ്റെ വണ്ടിയാണെങ്കിൽ അതിൽ മെഷീനും കാര്യങ്ങളൊക്കെ ഓണാക്കാൻ കാണിക്കും. ഇതിപ്പോൾ ടെൻ പെന്നിയുടെ വണ്ടി ആയതുകൊണ്ടായിരിക്കും അതൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലാണ് മോളോട്ടോ ഇരിക്കുന്നത്. മോളോട്ടോ വെച്ചിട്ട് വേണം നമുക്ക് അവരുടെ വീട് മൊത്തം കത്തിച്ച് ചാമ്പലാക്കാൻ. ഓക്കെ, അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ മോളോട്ടോ. ഓക്കെ, അത് പിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വെപ്പൺ ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണം സ്വാപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ് സ്വാപ്പ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാപ്പിൽ കാണിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക്, അതായത് ആ ഗ്യാങ്സ്റ്ററിൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവാം. ഓക്കെ, അപ്പോൾ നേരം വെളുത്തിട്ടുള്ള ടൈമാണ്, പുലർച്ചെ ടൈമാണ്. സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ.
എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നെറ്റ്ഫ്ലിക്സിൻ്റെ GTA സാൻ ആൻഡ്രിയാസിൻ്റെ ഗെയിമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് അവരുടെ ഗ്യാങ് ഹൗസ്. അപ്പോൾ ഈ വീടാണ് നമുക്ക് കത്തിച്ച് ചാമ്പലാക്കേണ്ടത്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് അവരെ കാണിക്കുന്ന ഓരോ വിൻഡോസിലേക്കാണ് മോളോട്ടോവ് എറിയേണ്ടത്. കറക്റ്റായിട്ട് എറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മേത്തും ഫയർ പിടിക്കതായി കേട്ടോ. ഫയർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫയർ പിടിക്കുക മാക്സിമം ഓടിക്കഴിഞ്ഞാൽ തന്നെ അത് ഒരു വിധമൊക്കെ സോൾവ് ആവും, നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്യും. അല്ല അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബേണായി നമ്മൾ അപ്പോൾ തന്നെ വേസ്റ്റഡാവും. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ കുറേ മെമ്പേഴ്സ് പുറത്തുണ്ടാവും. പക്ഷെ നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു പിസ്റ്റളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കണ്ണ് വെച്ചിട്ട് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഫയറിങ് ഗ്രാഫിക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ശരിക്കും ഭയങ്കര ഒരു റിയലിസ്റ്റിക് മോഡലാണ് അവർ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു വിൻഡോ കൂടി ഉണ്ട്. അതിൻ്റെ കൂടി ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആ ഒരു ദൗത്യം പൂർത്തിയായി. ഓക്കെ, അതിൽ നിന്ന് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ലീഡറാന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട്. പക്ഷേ ഒരു ഗേള് ഇതിൻ്റെ മുകളിൽ ട്രാപ്പായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ദൗത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗേളിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യണം. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡോർ വഴി അകത്തേക്ക് പോയിട്ട് വേണം നമുക്ക് ആ പെൺകുട്ടീനെ റെസ്ക്യൂ ചെയ്യാൻ. ഓക്കെ, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മിഷീനായിരിക്കും. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ആ ഒരു ഗ്യാങ്സ്റ്ററിനെ കൊല്ലുക, ഗ്യാങ്സ്റ്ററിൻ്റെ വീട് തീ വയ്ക്കുക. പക്ഷേ ഈ ഒരു കാര്യം ഓർമ്മിച്ചിട്ട് ഇല്ല. ചിലപ്പോൾ 10 പെന്നിക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഫയർ എക്സ്റ്റിങ്സ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് തീ അണച്ചിട്ട് വേണം മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, മെല്ലെ 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 പോകണം. ജസ്റ്റ് ഫയറിലെങ്ങാനും നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ഫയർ സ്പ്രെഡായി നമ്മളപ്പോൾ തന്നെ വേസ്റ്റഡ് ആവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ റൂമിലാണ് പെണ്ണ് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയർ നമ്മൾ കെടുത്തി നേരെ ഇതെന്തിനാണ് ഈ വാർ ഹൗസിൽ അല്ലെങ്കിൽ ഗ്യാങ് ഹൗസിൽ ഈ പെണ്ണ് വന്നതെന്ന് നമുക്കൊരു പിടുത്തല്ല. എന്തായാലും നമുക്കതൊന്നും ചോദിക്കണ്ട. നമുക്കെന്തായാലും അവളായിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുന്ന വഴിയിൽ ഒരുപാട് ഫയർ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്സ് വെച്ചിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ്. ഇതെന്താ അവൾ വരുന്നില്ലല്ലോ, ഇതെവിടെ പോയി കിടക്കുക. ഓക്കെ വരുന്നുണ്ട്. ഇത്തവണ പുകയായ കാരണേ വീട് മൊത്തം പുകയല്ലേ, അപ്പോൾ കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ കുറച്ച് ബിൽഡിങ് കൊളാപ്സ് ആവുമെന്നാണ് പറയുന്നത്. വേഗം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് കിടന്നിട്ട് കിടി അടിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒക്കെ ഒരുവിധം വാളും കാര്യങ്ങളൊക്കെ കൊളാപ്സ് ആയിട്ട് വീണെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ നമ്മൾ മെയിൻ ഡോറിലേക്ക് എത്തി. അപ്പോൾ ഒരുവിധം നമ്മുടെ ഓക്കെ, അപ്പോൾ ആ ഒരു ഗേളിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവളെ എന്തായാലും ഇനി അവളുടെ വീട്ടിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നമ്മളെ ആ ഗ്യാങ് വാറിയത്തെ അല്ലെങ്കിൽ ആ ഗ്യാങ് ഹൗസിലത്തെ കാറിനെ നമുക്ക് പിക്ക് ചെയ്യാം. ഇവിടെ അല്ല, നമ്മൾ അപ്പുറത്ത് കയറും. ഓക്കെ, കയറാനും അതില്ലല്ലോ. മേ ബി പറഞ്ഞ പോലെ പുകയൊക്കെ അടിച്ച് കിറങ്ങിയിരിക്കുകയോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ സീജനെ അറിയാമെന്നാണ് അവൾ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീടും ഈ ഗ്രോസ് സ്ട്രീറ്റിലാണ്. അതുകൊണ്ട് തന്നെ സീജനെ ഫാമിലിനെ അറിയാത്ത ആരാണ് ഗ്രോസ് സ്ട്രീറ്റിലുള്ളതെന്നാണ് പെൺകുട്ടി അവനോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളറിയുന്ന ഒരാളല്ലേ. അപ്പോൾ അവളെ നേരെ നമുക്ക് അവളുടെ വീട്ടിലേക്ക് കേട്ടോ കൂട്ടിക്കൊണ്ട് പോയി കൊടുക്കാം. ഓക്കെ, ഇതാണ് അപ്പോൾ അവളുടെ വീട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എപ്പോഴും എന്നെ വിളിക്കാം, നമുക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റിങ്ങിന് പോകാം, എന്തെങ്കിലും വേറെ എങ്ങോട്ടെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു
എന്താ പറയുക ഒരു എക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, CJക്കും അത് ഇഷ്ടമായി, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെഷീൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.